ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിന് അമേരിക്ക മധ്യസ്ഥത വഹിക്കണമെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫ് ആവശ്യപ്പെട്ടത്. ട്രംപ് ഉദ്ദേശിച്ചത് അതുതന്നെയാണ്. പക്ഷേ ഇന്ത്യ കാലാകാലങ്ങളായിട്ട് നിലപാടെടുത്തിട്ടുണ്ട്. ഇത് ഉഭയകക്ഷി ചർച്ചയിലൂടെ മാത്രം പരിഹരിക്കേണ്ട വിഷയമാണ്. അതൊരു മധ്യസ്ഥൻ്റെ സാന്നിധ്യം ആവശ്യമില്ലെന്ന് നിലപാടെടുത്തിട്ടുള്ള രാജ്യമാണ്. പിന്നെ പാകിസ്ഥാൻ വീണ്ടും വീണ്ടും ഈ ആവശ്യമായിട്ട് വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതൊക്കെ ഒരു കളിയാണ്. ഇവരൊക്കെ തമ്മിലുള്ള കളിയാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, അമേരിക്ക. ഇന്ത്യയുടെ ഇന്നിരിക്കുന്ന ഭരണാധികാരികളെ സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ഭരണാധികാരികൾ വ്യത്യസ്തമാണ്. അവർ അമേരിക്കനോട് ചായ്വ് സൂക്ഷിക്കുന്ന ആളുകളാണ്. ഇന്നത്തെ കേന്ദ്ര ഭരണം, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയുമായി പലതരത്തിലുള്ള ഡീലുകൾക്കും തയ്യാറായിട്ടുള്ള ഒരാളാണ്. അല്ലെങ്കിൽ രാഷ്ട്രീയമായി RSSും BJP അതും തയ്യാറാണ്. സോവിയറ്റ് യൂണിയൻ പണ്ട് ഇന്ദിരാഗാന്ധിയൊക്കെ ഉള്ള സമയത്ത് സോവിയറ്റ് യൂണിയനോടായിരുന്നു നമ്മൾക്കൊരു ചായവുണ്ടായിരുന്നു. ഇന്നത്തെ റഷ്യ. അപ്പോൾ അത് തമ്മിൽ ഇപ്പോൾ ഒരു ഭയങ്കര ഡിഫറൻസ് ആയിട്ടുണ്ട്. അമേരിക്കയോടാണ് ഇന്ത്യൻ സർക്കാർ എന്ന നിലയിൽ നമ്മൾ ചേരിചേരയൊക്കെ പോയി നമ്മൾ അങ്ങോട്ട് ചെയ്യും. ഇപ്പോൾ ചില ആളുകൾ ചോദിക്കും, നമ്മൾ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നില്ലേ, ചൈനയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നില്ല? ഇതൊക്കെ നമ്മൾ വാങ്ങുന്നുണ്ട്. എന്തുകൊണ്ടാണ് അമേരിക്ക ഒരു ഘട്ടത്തിൽ നമ്മളെ ഉപയോഗിക്കാൻ ശ്രമിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്ന പല ആയുധങ്ങളും നമ്മൾക്ക് വേണ്ടി മാത്രമായിട്ട് റഷ്യ പങ്കുവച്ചതാണ്. അതൊരിക്കലും അമേരിക്കയായിട്ട് പങ്കുവച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ആയുധ ശേഖരവും ആയുധ ടെക്നിക്കും ഉണ്ടായിരുന്ന റഷ്യ അതിൻ്റെ ടെക്നോളജി അടക്കം ഇന്ത്യക്ക് പകർന്നു കൊടുത്ത ഒരു ചരിത്ര സന്ദർഭങ്ങളുണ്ട്. അത് അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും അത് കിട്ടണമെന്ന് കരുതിയിട്ട് ഇന്ത്യയിൽ നിന്ന് അത് കൈവശമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അമേരിക്ക. അപ്പോൾ ഇപ്പോഴുണ്ടായ ബൽഗാമിലുണ്ടായിട്ടുള്ള ഈ സംഭവങ്ങളിൽ ആദ്യം മുതൽ എൻ്റെ വ്യക്തിപരമായി ഞാൻ നിലപാടെടുത്തിരിക്കുന്നത് അതൊരു അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാക്കിയ ബോധപൂർവമായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണെന്നാണ് എൻ്റെ വിലയിരുത്തൽ. അത് ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. ഈ വർഗീയ കലാപം ഉണ്ടാകുന്നത്, ആ വർഗീയ കലാപം ഉണ്ടാക്കേണ്ടത് ചില തൽപര കക്ഷികൾക്ക് ആവശ്യമായിരിക്കും. അവർ ഒരു തീ ഇട്ട് കൊടുക്കുന്നു, ബാക്കി ജനങ്ങൾ തമ്മിൽ തല്ലിക്കോളും. അപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കാനും അവർ കൊണ്ടുവരാനും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ നമ്മൾ ഈ കലാപത്തിൻ്റെയും വർഗീയതയുടെയും ഇടയിൽ കിടന്ന് നമ്മൾ നരകിക്കും. അപ്പോൾ ഇവിടെ എന്തുണ്ടായി? അമേരിക്കയും പാകിസ്ഥാനും, അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് രണ്ടാമത് വന്നതായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക മൂന്നാം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോവുകയാണ്. അതിൽ നിന്നും അമേരിക്കയെ കരകയറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ മസ്കിനെയൊക്കെ കൊണ്ടുവന്ന് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണല്ലോ. അങ്ങനെ വന്ന് എങ്ങനെയെങ്കിലും അമേരിക്കയെ സംബന്ധിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളുമായി പലതരത്തിലുള്ള മുന്നുണ്ടായിട്ടുള്ള ധാരണകൾ മാറ്റി പല ശത്രു രാജ്യങ്ങളുമായിട്ടും ഐക്യമുണ്ടാക്കാനും ഡൊണാൾഡ് ട്രംപ് ഇന്നിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉക്രൈനായിട്ട് ആദ്യം ഭയങ്കര ഐക്യമുണ്ടായി, ഉക്രൈനിൽ വാറുണ്ടാക്കി, റഷ്യയുമായി പ്രശ്നങ്ങളുണ്ടാക്കി. ഇപ്പം അത് കഴിഞ്ഞിട്ട് എന്തായി? ഉക്രൈനെ തള്ളിപ്പറഞ്ഞു, വീണ്ടും ഉക്രൈനുമായിട്ട് ഒരു വ്യാപാര ഉടമ്പടി ഉണ്ടായി. ഇതൊന്നും നമ്മൾക്ക് വേണ്ടിയല്ല, ഉക്രൈൻ ജനതയ്ക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പം ഈ പാലസ്തീൻ ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് ആരാ? തീവ്രവാദികൾക്ക് എല്ലാ സപ്പോർട്ടുകളും നൽകിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക. ഈ അമേരിക്ക തന്നെ താല്പര്യത്തിലാണ് ഈ ഇസ്രായേലും പ്രവർത്തിക്കുന്നത്. പരിപൂർണമായും ചേട്ടനനിയന്മാരായിട്ട് നിന്നാണ് ഇസ്രായേലും അമേരിക്കയും പ്രവർത്തിച്ച് ഈ പാലസ്തീൻ ജനങ്ങളെ മുഴുവൻ കൊന്നുടക്കിയതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അമേരിക്കയ്ക്കാണ്. കാരണം അമേരിക്ക എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ടാണ് ഇസ്രായേലിന് അത് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. ഇപ്പോൾ ദേ ഇറാൻ കയറി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്. അപ്പോഴാണ് ഇസ്രായേൽ ഒന്ന് മയപ്പെട്ടിരിക്കുന്നത്. ഇപ്പം എന്താണ്? ഇസ്രായേലിനെ അമേരിക്ക തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാണ് ഇത്? പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ പാലസ്തീനിലെ ഈ ഇസ്രായേലിൻ്റെ നീക്കത്തിനെതിരാണ്. ആ പശ്ചിമേഷ്യൻ അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് അമേരിക്കയുമായി ഈ ഓയിൽ ഡോളർ ഡീല് വേണ്ട എന്നുള്ള തീരുമാനമെടുക്കുമ്പോൾ ആ ഡീൽ അവർ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു സൗദി അറേബ്യ. അതുകൊണ്ട് ഇപ്പം എന്താ? അമേരിക്കയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഒരു തരത്തിലും കരകയറാൻ പറ്റാതെ ഡോളർ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഡോളറിന് യാതൊരു ഡിമാൻഡ് ഇല്ലാത്ത രീതിയിൽ താഴേക്ക് പോകും. ചില സന്ദർഭം ഇപ്പോൾ നമ്മുടെ പെൽഗാമിൽ പ്രശ്നം ഉണ്ടായപ്പോഴാണ് US UK സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ രീതിയിൽ ഡോളറിന് ഒരു മുൻതൂക്കം ഉണ്ടായത്. പിന്നെ ഇപ്പോൾ ഗോൾഡ് കയറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഗോൾഡ് വലിയ ഡിമ്മായിപ്പോയി. പക്ഷേ ഇപ്പോൾ ചൈനയുമായി പോലും അമേരിക്ക വ്യാപാര കരാറിന് ശ്രമിക്കുക. ഇന്ത്യയുമായി
അമേരിക്കൻ ഉൽപ്പന്നങ്ങളെല്ലാം ഇന്ത്യയിലും ചൈനയിലേക്കും ഇറക്കുമതി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക രക്ഷപ്പെടില്ലേ? പിന്നെ അവരുടെ വേറെ ലക്ഷ്യം കൂടി അവർക്കുണ്ട് ഇതിൽ. ഈ വ്യാപാര ഉടമ്പടി എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് പോലെ നിസ്സാരമായിട്ടുള്ള ഒരു ഉടമ്പടിയല്ല, ചെറിയ കേവലമായിട്ടൊരു വ്യാപാര ഉടമ്പടിയല്ല. അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും ഒരു തീരുവയും ഇല്ലാതെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാനാണ്. ഇവിടെ അപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് തീരെ വിലയില്ലാത്തൊരു അവസ്ഥ വരും. ഇവിടുത്തെ കർഷകർ, വ്യാവസായിക മേഖല എല്ലാം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയെ നേരിടും. നമ്മൾ അങ്ങോട്ട് കയറ്റി അയക്കുന്നതിന് മാമ്പഴത്തിനാണെങ്കിലും ചെമ്മീനാണെങ്കിലും തൂന്നിയ പോലുള്ള വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, തീരുവ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക. അപ്പം നമ്മുടെ രാജ്യം എന്ന് പറയുന്നതും ഇനി പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പം എന്താ, ഇപ്പം എല്ലാം പറഞ്ഞ് സോൾവ് ആയിട്ടാ, രണ്ടുപേരും ഞാൻ തന്നെ യുദ്ധം ഉണ്ടാക്കിച്ച്, ഞാൻ തന്നെ സോൾവ് ആക്കിച്ച് എന്ന് ട്രംപ് പറഞ്ഞിട്ട് അത് എവിടം വരെ എത്തി? അവിടെ ട്രംപിനെതിരായിട്ട് അവിടുത്തെ കോടതി ഈ തീരുവകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ കോടതി ഒരു വിധി ഉണ്ടായി. ആ വിധി എനിക്കെതിരെ ട്രംപ് അപ്പീൽ കൊടുത്തപ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും യുദ്ധം താനാണ് അവസാനിപ്പിച്ചതെന്നുള്ള ക്ലെയിം അതിൽ രേഖാപരമായാണ് എഴുതി കൊടുത്തിരിക്കുകയാണ്. അത് അപ്പം ഇന്ത്യ സർക്കാർ അത് നിഷേധിക്കുകയാണ്. പക്ഷേ ഇത് നിഷേധിക്കുമ്പോഴും ഇത് എത്രമാത്രം ശരിയാണോ? ഒന്നുമില്ലാതെ ഇത്രയും വലിയ ഒരു രാജ്യത്തിന്റെ ഒരു ഭരണാധികാരി ഇങ്ങനെ പറയൂ എന്നുള്ള സംശയം നമുക്ക് നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ എന്താ ചെയ്തേ? പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയായിരുന്ന ഒരാൾ, പേര് ഞാൻ മറന്നുപോയി, പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് തെറ്റുപറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പൊ ഇല്ല, റിട്ടയർ ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അതായത് എല്ലാ കാലത്തും അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടി ഈ തീവ്രവാദികളെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അമേരിക്കയാണ് ഇതിന്റെ പിന്നിൽ നിന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ താല്പര്യം മാത്രമേ സംരക്ഷിക്കുന്നുള്ളൂ എന്ന്. ഇപ്പോഴും വന്നിട്ട് എന്താ സംഭവിക്കണേ? ഇപ്പോഴും അതേ അമേരിക്കൻ താല്പര്യത്തിന് വേണ്ടി അമേരിക്ക ഇപ്പം എന്ത് ചെയ്യുക? പാകിസ്ഥാൻ ഇങ്ങനെ ഇടഞ്ഞു എന്ന് കണ്ടപ്പോൾ ഇഷ്ടം പോലെ അമേരിക്കയുടെ സാമ്പത്തിക സ്രോതസ്സുകളായിട്ടുള്ള ബാങ്കുകളായിട്ടുള്ള മുഴുവൻ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം IMFിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും ADBയുടെയും ഒക്കെ സാമ്പത്തിക സഹായം പാകിസ്ഥാന് കൊടുക്കുകയാണ്. ഈ പാകിസ്ഥാൻ ഇനിയിപ്പോൾ പാകിസ്ഥാനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ട്രംപ് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കിക്കണമെന്ന്. എന്ത് കാര്യം ഇരിക്കണം? തീർന്നു പോയൊരു സാധനമല്ലേ ഇതിലിപ്പോൾ ഇത് ചർച്ചയുടെ കാര്യം എന്താ? അപ്പം അതിലാണ് അത് മാത്രമല്ല, ഇന്ത്യ യുദ്ധം ഉണ്ടായതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിപക്ഷം രാഹുൽ ഗാന്ധി അടക്കം ഉന്നയിക്കുന്ന കാര്യങ്ങൾ, ഇന്ത്യയുടെ പല വിമാനങ്ങളും നഷ്ടപ്പെട്ടത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സർക്കാർ, ഇപ്പോൾ വിദേശകാര്യമന്ത്രി പൊതുവായി സംസാരിച്ചപ്പോഴും പ്രധാനമന്ത്രി സംസാരിച്ചപ്പോഴും ആരും ഈ കാര്യം പറയുന്നുണ്ടായിരുന്നില്ല, ഔദ്യോഗികമായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നില്ല. അതേസമയം അവിടെ പോയി ബോംബിട്ട കാര്യം, അവിടെ മിസൈൽ അയച്ച കാര്യം ഒക്കെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത, ദേശസുരക്ഷയെ ബാധിക്കുന്നതും മിലിറ്ററി മാത്രം പറയാൻ പാടുള്ളതുമായിട്ടുള്ള നമ്മുടെ ദേശസുരക്ഷാ നിയമത്തിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ട് ഇവരൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ രാഹുൽ ഗാന്ധി ചോദിച്ചൊരു കാര്യമുണ്ട്, എത്ര ബൊഫേഴ്സ് വിമാനങ്ങൾ തകർന്നു? റഫേൽ വിമാനങ്ങൾ തകർന്നു, അതാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. അപ്പോൾ തകർന്നു എന്നുള്ള കാര്യം ഇപ്പോൾ 3 സേനയുടെയും ഉന്നത ഒരു ഐക്യ സേനാധിപതിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു തകർന്നതിൽ നിന്ന് ഞങ്ങൾ എങ്ങനെ തകർന്നു, അതിൽ നിന്ന് ഞങ്ങൾ എന്ത് പാഠം പഠിച്ചു, ഞങ്ങൾ അതെങ്ങനെ റെസ്റ്റോർ ചെയ്തു, ഞങ്ങൾ അതിനെങ്ങനെ മറികടന്നു, അതാണ് പ്രധാനമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇൻ്റർവ്യൂവിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിനാണ് ഇത് പറയാനുള്ള റൈറ്റ് ഇരിക്കുന്നത്, അദ്ദേഹം അത് പറഞ്ഞു എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയായില്ലേ? അപ്പോൾ സർക്കാർ ഈ യുദ്ധത്തിന് ഇപ്പോൾ സർക്കാർ മറ്റ് 2 കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്ന് 2 തെരഞ്ഞെടുപ്പ് വരാം, ഒന്ന് ഗുജറാത്ത്, ബീഹാർ. ഇതും പ്രധാനമന്ത്രിയും മറ്റു ആൾക്കാരും ഇത് നമ്മളുടെ നേട്ടം എന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയും പ്രധാനമന്ത്രി ഇവിടെ ഇരുന്ന് പ്രചരണം നടത്തുമ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാരെ അടക്കം ഉപയോഗിച്ച് വിദേശ നാടുകളിലൊക്കെ സന്ദർശിച്ച് പാകിസ്ഥാനെ നമ്മൾ തോൽപ്പിച്ചു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലും അതിലാണല്ലോ ഈ കനിമൊഴി പോയിട്ട് നാനാത്വത്തിൽ ഏകത്വം പറഞ്ഞു, ബ്രിട്ടാസ് എല്ലാ ഇടതുപക്ഷത്തിൻ്റെ ആൾ പോയിട്ട് ഇന്ത്യക്ക് വേണ്ടി അതിലവർ ഇന്ത്യൻ സർക്കാർ BJP സർക്കാരിന് ഒരു വലിയ നേട്ടം ഉണ്ടാക്കിയത് എന്താ? എതിർത്ത മുഴുവൻ പ്രതിപക്ഷത്തെയും ഒരു ചോദ്യം പോലും ചോദിക്കാത്ത നിലയിൽ ഈ സർക്കാരിൻ്റെ പ്രതിനിധികൾ എന്ന രീതിയിൽ ലോകം മുഴുവൻ സംസാരിക്കാനായിട്ട് ഇടയുണ്ടാക്കി കൊടുത്ത വലിയ വിജയം BJPക്ക് ഉണ്ടായി, BJP കേന്ദ്ര സർക്കാരിനുണ്ടായി.